സ്വാഗതം. ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 12ാം ഭാഗം. ഖലീഫ ഹാറൂൺ അൽ റഷീദിന്റെ കാലത്ത് 3 കള്ളന്മാരുണ്ടായിരുന്നു: അഹമ്മദ്, ഹസൻ, അലി. അവർ ബഹുസമർത്ഥന്മാരായിരുന്നു. ഖലീഫ അവരുടെ സാമർഥ്യം ഉപയോഗിക്കാൻ തീർച്ചയാക്കി. 3 പേരെയും വിളിച്ച് പോലീസ് മേധാവികളായി നിയമിച്ചു. നല്ല ശമ്പളം നൽകി. 40 വില്ലാളികളെ വീതം വിട്ടുകൊടുത്തു. കരയിലെ കാര്യങ്ങൾ അഹമ്മദിനെയും കടലിലെ കാര്യങ്ങൾ ഹസനെയുമാണ് ഏൽപ്പിച്ചിരുന്നത്. അക്കാലത്ത് ബാഗ്ദാദിൽ ഒരു വൃദ്ധ താമസിച്ചിരുന്നു. കൗശലക്കാരി ദിലൈല എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തവൾക്ക് ഒരു മകനുമുണ്ട്. തോന്നിയാസി മഹമൂദ് എന്നാണ് അവനെ വിളിക്കുക. ഇളയ മകളുടെ പേര് സൈനബ. അവളെ തട്ടിപ്പുകാരി സൈനബ എന്നാണ് വിളിക്കാറ്. ദിലൈലയുടെ ഭർത്താവിൻ്റെ ജോലി പ്രാവുകളെ വളർത്തുകയായിരുന്നു. അയാൾ കൊട്ടാരത്തിൽ ജോലിക്കാരനായിരുന്നു. രാജ്യത്തിന് വേണ്ട സന്ദേശവാഹകരായ പ്രാവുകളെ പരിശീലിപ്പിച്ചിരുന്നത് അയാളാണ്. അയാൾ മരിച്ചുപോയി. ദിലൈല വഞ്ചനകളിലും കൗശല പ്രയോഗങ്ങളിലും മോഷണത്തിലും വിദഗ്ധയായിരുന്നു. അഹമ്മദിനെയും ഹസനെയും പോലീസ് മേധാവികളാക്കിയതറിഞ്ഞപ്പോൾ സൈനബ അമ്മയോട് പറഞ്ഞു: കേട്ടില്ലേ വർത്തമാനം? ഖലീഫ കള്ളന്മാരെ താക്കോലേൽപ്പിച്ചിരിക്കുന്നു. വലിയ ശമ്പളവും കൊടുക്കുന്നു. അവരെ നമുക്ക് അറിഞ്ഞുകൂടെ? ഖലീഫ നമ്മളെ അവഗണിച്ചു. തള്ള പറഞ്ഞു: ശരിയാണ് മോളെ, നമ്മൾ എന്തു ചെയ്യും? അമ്മ എന്തെങ്കിലും പണി ഒപ്പിക്കണം. ഖലീഫ നമ്മുടെ മിടുക്ക് കേട്ടറിഞ്ഞ് നമുക്കും ഉദ്യോഗം തരും. ശരി, അഹമ്മദിനെയും ഹസനെയും മുട്ടുകുത്തിക്കുന്ന ഒരു വേല ചെയ്തു കളയാം. ദിലൈല ഒരു സൂഫി ഭിക്ഷുകിയുടെ വേഷമണിഞ്ഞ് ദിവ്യത്വം അഭിനയിച്ച് തെരുവിൽ കൂടി നടന്നു. ദൈവനാമം ഉരുവിടുന്ന അവളെ കണ്ടപ്പോൾ ആളുകൾ ആദരം പ്രകടിപ്പിച്ചു. അവളൊരു വലിയ മന്ദിരത്തിൻ്റെ കവാടത്തിലെത്തി. അത് ഖലീഫയുടെ ഉദ്യോഗസ്ഥന്മാരിൽ പ്രമാണിയായ ഒരാളുടെ സൗദമായിരുന്നു. മുസ്തഫ എന്നാണ് അയാളുടെ പേര്. വലിയ ശുണ്ഠിക്കാരനാണ്. അടിക്കഴിഞ്ഞേ വർത്തമാനം പറയൂ. അയാൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തലയും താടിയും നരച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു മകൻ ഉണ്ടാകണേ എന്നാണ് അയാളുടെ പ്രാർത്ഥന. ഒരു കുഞ്ഞിനെ കൊടുക്കാത്ത ഭാര്യയെ അയാൾ ശകാരിച്ചു. കാശിന് കൊള്ളില്ലാത്ത തടിയൻ എന്ന് ഭാര്യ അയാളെയും ചീത്ത പറഞ്ഞു. ഞാൻ വേറെ പെണ്ണിനെ കെട്ടും എന്ന് വരെ പറഞ്ഞെങ്കിലും കുറെ കഴിഞ്ഞ് അയാളും ഭാര്യയും അതോർത്ത് ദുഃഖിച്ചു. ദിലൈല വാതിക്കൽ എത്തി നോക്കിയപ്പോൾ മുസ്തഫയുടെ ഭാര്യ ഇരിക്കുന്നത് കണ്ടു. അവൾ നവവധുവിനെ പോലെ നിറയെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ചിരുന്നു. വൃദ്ധ ഉള്ളിൽ വിചാരിച്ചു, ഇത് തന്നെ അവസരം. അവൾ വാതിൽക്കൽ നിന്ന് ദൈവനാമം ഉച്ചരിച്ചു. ഒരു വിശുദ്ധ സന്യാസിനിയെപ്പോലെ സങ്കീർത്തനങ്ങൾ തുടങ്ങി. അടുത്ത വീടുകളിലെ സ്ത്രീകളെല്ലാം വന്ന് അവളെ വണങ്ങി, അനുഗ്രഹവും വാങ്ങി. മുസ്തഫയുടെ ഭാര്യ പരിചാരകനോട് സന്യാസിനിയെ ആദരപൂർവ്വം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സന്യാസിനി തോൾ സഞ്ചിയിൽ കരുതിയിരുന്ന തീർത്ഥജലം പരിചാരകന് കൊടുത്തു. ജലപാത്രത്തിൻ്റെ മൂടി താഴെ വീണു. കൗശലക്കാരി ദിലൈല മൂടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളും താഴെ വീണു. അത് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹമായി വർഷിച്ചതാണെന്ന് പരിചാരകൻ കരുതി. അവൻ്റെ വിസ്മയവും ഭക്തിയും വർദ്ധിച്ചു. അവൻ ആ നാണയങ്ങൾ പെറുക്കിയെടുത്ത് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ ഭാവിച്ചപ്പോൾ, എനിക്ക് എന്തിനാണ് പണം? എനിക്ക് ലൗകികമായ ആശകൾ ഒന്നും തന്നെയില്ല. കയ്യിൽ വെച്ചോളൂ എന്നായിരുന്നു വിശുദ്ധയുടെ വചനം. പരിചാരകൻ സന്തുഷ്ടനായി. സന്യാസിനിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. മുസ്തഫയുടെ ഭാര്യയായ ഗാട്ടൂണിൻ്റെ സൗന്ദര്യം ദിലൈലയെ വിസ്മയഭരിതയാക്കി. ഞാൻ ദൈവനിർദ്ദേശമനുസരിച്ച് വന്നതാണ്. നിനക്ക് എൻ്റെ ഉപദേശം ആവശ്യമാണ് അല്ലേ? വൃദ്ധ അവളോട് ചോദിച്ചു. ഖാട്ടൂൺ ഭക്തി
ഭക്തിപൂർവ്വം വണങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ല. ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഭർത്താവ് വേറെ വിവാഹം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ സന്യാസിനിക്ക് ദയ തോന്നി. ഭയപ്പെടേണ്ട, മഹാനായ ഒരു സിദ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ എത്രയോ പേർക്ക് സന്താന ലബ്ധിയുണ്ടായിരിക്കുന്നു. നീ എൻ്റെ കൂടെ വരണം, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഖാട്ടൂണിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. അവൾ ഏറ്റവും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ദിലേലയുടെ കൂടെ പുറപ്പെട്ടു. ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും എങ്ങനെ കൈവശമാക്കും? ഇവിടെയൊക്കെ ആൾത്തിരക്കാണ്. അതായിരുന്നു വൃദ്ധയുടെ ആലോചന. പിന്നെ അവൾ ഖാട്ടൂണിനോട് പറഞ്ഞു, നീ എൻ്റെ പിന്നിൽ വളരെ അകന്നു നടക്കണം, കാരണം ആളുകൾ എന്നെ വന്ദിക്കാൻ അടുത്തുകൂടും. അവർ അങ്ങനെ തെരുവുകൾ പിന്നിട്ടു. ഖാട്ടൂണിന്റെ ആഭരണങ്ങളുടെ കിലുക്കം സീതി എന്ന കച്ചവടക്കാരനെ ആകർഷിച്ചു. അവൻ ഖാട്ടൂണിനെ കടാക്ഷിക്കുന്നത് വൃദ്ധ കണ്ടു. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കെ, ഞാൻ ഈ കച്ചവടക്കാരനോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വൃദ്ധ കടയിലേക്ക് തിരിഞ്ഞു. ഖാട്ടൂൺ കടയുടെ സമീപത്തിരുന്നു. അവൾ കടക്കാരനെ ഒന്ന് പാളി നോക്കി. അവൻ മയങ്ങിപ്പോയി. വൃദ്ധ കടക്കാരനോട് സ്വരം താഴ്ത്തി ചോദിച്ചു, നിങ്ങളല്ലേ സീതി മുഷീൻ എന്ന് പറയുന്ന ആൾ? അതെ, എങ്ങനെ അറിഞ്ഞു? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. അവളുടെ പിതാവ് മരിച്ചു. ധാരാളം സ്വത്തുണ്ട്. ആദ്യമായി വീട് വിട്ട് ഇറങ്ങിയത് ഇന്നാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. പെൺമക്കളെ വേഗം കെട്ടിച്ചു കൊടുക്കണം, ആൺമക്കളെ പതുക്കെയും എന്നാണല്ലോ പ്രമാണം. അവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കച്ചവടക്കാരന് അത് കേട്ട് വളരെ സന്തോഷമായി. അയാൾ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം, എനിക്കവളെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കെട്ടാൻ പോകുന്ന പെണ്ണിനെ എല്ലാം നോക്കിക്കണ്ട് തികച്ചും ബോധ്യപ്പെട്ടിട്ടേ കെട്ടാവൂ എന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വരൂ. കച്ചവടക്കാരൻ ഒരു സഞ്ചിയിൽ കുറെ പണവും കൂടി കരുതി വൃദ്ധയുടെ പിന്നാലെ പുറപ്പെട്ടു. വൃദ്ധ മുന്നിൽ, പിറകിൽ ഖാട്ടൂൺ, അവളുടെ പിന്നിൽ സീതി. അങ്ങനെ യാത്ര തുടർന്നു. വഴിക്ക് ഒരു ചായ മുക്കുകാരൻ്റെ കടയുണ്ടായിരുന്നു. ഹാജി മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. ഹാജി ഖാട്ടൂണിന്റെ ആഭരണങ്ങളുടെ കിലുക്കം കേട്ട് തെരുവിലേക്ക് നോക്കി. അവളെ കണ്ട് അയാൾ അന്തം വിട്ടു നിന്നു. അപ്പോൾ ദിലൈല കടയിലേക്ക് കയറി ചെന്ന് ചോദിച്ചു, നിങ്ങളല്ലേ ഹാജി മുഹമ്മദ്? അതെ, എന്തു വേണം? ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെൻ്റെ മകനും മകളുമാണ്. ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം വളരെ പഴയതാണ്. പുതുക്കി പണിയണം. തൽക്കാലം മാറി താമസിക്കാൻ ഒരു കെട്ടിടം വേണം. നിങ്ങൾ വളരെ ദയാലുവാണെന്നും കണ്ടു പറഞ്ഞാൽ ഒരു വീട് ഏർപ്പാടാക്കി തരുമെന്നും ചിലർ പറയുന്നു. ഹാജി മനസ്സിൽ വിചാരിച്ചു, പല്ലില്ലാത്തവന് ഇതാ ദൈവം വെണ്ണ പുരട്ടിയ പലഹാരം കൊടുത്തയച്ചിരിക്കുന്നു. അയാൾ വൃദ്ധയോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ വലിയ മുറിയുണ്ട്. അത് വിട്ടുതരാം. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എനിക്ക് വേണം. ഞങ്ങൾക്ക് അത് ധാരാളം മതിയാകും. ഒരു ഭാഗത്ത് ഞങ്ങൾ 3 പേരും കഴിഞ്ഞുകൊള്ളാം. അയാൾ കെട്ടിടത്തിലേക്കുള്ള വഴിയും അടയാളവും പറഞ്ഞു കൊടുത്തു. താക്കോലുകൾ കൊടുത്തു. വൃദ്ധ വളരെ വേഗം അയാൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ദിലൈല വാതിൽ തുറന്ന് ഖാട്ടൂണിനെ കൊണ്ട് മുകളിലേക്ക് പോയി. സീതിയെ താഴെയിരുത്തി. ഖാട്ടൂണിനെ മുകളിലിരുത്തിയിട്ട്, നീ മുഖാവരണം മാറ്റണം, ഞാൻ സിദ്ധിനെയും കൊണ്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ് വൃദ്ധ താഴേക്ക് പോന്നു. അവൾ സീതിയെ ഒരു ചെറിയ മുറിയിലാക്കിയിട്ട്, ഞാൻ അവളെയും കൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോയി. വൃദ്ധ ഖാട്ടൂണിനോട് പറഞ്ഞു, മോളെ, ഇവിടെ സിദ്ധന് തുണക്കാരനായി ഒരുത്തനുണ്ട്. അവനൊരു മന്ദബുദ്ധിയാണ്. അവന് ചൂടും തണുപ്പും തമ്മിൽ തിരിച്ചറിയില്ല. പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും കണ്ടാൽ അവൻ്റെ സമനില തെറ്റും. എല്ലാം പിടിച്ചു പറിച്ചെറിയും. അതുകൊണ്ട് നീ അതെല്ലാം അഴിച്ചെടുത്ത് പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നേക്കൂ. മടങ്ങി വരുമ്പോൾ തിരിച്ചു തരാം. ഖാട്ടൂൺ
തൻ്റെ ആഭരണങ്ങളും വില പിടിച്ച മേലങ്കിയുമെല്ലാം അഴിച്ച് വൃദ്ധയെ ഏൽപ്പിച്ചു. ഞാനിതെല്ലാം സിദ്ധന്റെ മുറിയിൽ കൊണ്ടുവച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വൃദ്ധ പോയി. അവൾ സീതയുടെ അടുത്ത് ചെന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. കഷ്ടകാലം എന്നല്ലേ പറയണ്ടു. ഞാൻ അവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ പോകുന്നതെറിഞ്ഞ് അയൽക്കാർ ക്ഷോഭിച്ചു. ചൊറിയും ചിരങ്ങും കുഷ്ഠവുമുള്ള ഒരുത്തന് ആ പെണ്ണിനെ പിടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് കൂട്ടത്തിലാരോ പറഞ്ഞു. ഇപ്പോൾ അവൾ പറയുന്നു അതിൻ്റെ സത്യമറിഞ്ഞേ നിങ്ങളെ വിവാഹം കഴിക്കൂ എന്ന്. ഇത് കേട്ടപ്പോൾ സീതി തൻ്റെ മേൽവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. വെള്ളി പോലെ തിളങ്ങുന്ന അവൻ്റെ ശരീരം കണ്ട് വൃദ്ധ പറഞ്ഞു, എനിക്ക് ബോധ്യമായി. അവർ അസൂയ കൊണ്ട് പറഞ്ഞതാണ്. അവളും വന്നു കണ്ട് ബോധ്യപ്പെട്ടുകൊള്ളട്ടെ. നിങ്ങളുടെ വസ്ത്രം ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. ദിലൈല സീതിയുടെ അപൂർവ വസ്ത്രങ്ങളും കെട്ടിപ്പൊതിഞ്ഞെടുത്ത് ഉടനെ പുറത്തു കടന്ന് ആ മുറി പൂട്ടി. എല്ലാ പൊതികളും കൊണ്ട് അവൾ കടന്നു കളഞ്ഞു. ദിലൈല നേരെ ചായമുക്കുകാരൻ ഹാജിയുടെ കടയിൽ ചെന്ന് അയാളോട് പറഞ്ഞു, വീടെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. വൃദ്ധ പണം കൊടുത്തു. പക്ഷേ കടയിൽ ആരുമില്ലല്ലോ. കുറച്ചു നേരമല്ലേ വേണ്ടൂ. നിങ്ങളുടെ തുണക്കാരൻ പയ്യനെ ഇവിടെ ഇരുത്തിയാൽ മതി. അയാൾ അത് സമ്മതിച്ച് പുറത്തേക്ക് പോയി. ഒപ്പം ഇറങ്ങിയ ദിലൈല അല്പം കഴിഞ്ഞ് വീണ്ടും കടയിലേക്ക് തിരിച്ചു ചെന്ന് പയ്യനോട് പറഞ്ഞു, യജമാനൻ നിന്നോട് വേഗം അപ്പക്കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോയി വാ, അതുവരെ ഞാനിവിടെ നിൽക്കാം. അവൻ പോയ ഉടനെ അവൾ കടയിൽ നിന്നും എടുക്കാവുന്നത്ര സാധനങ്ങൾ എടുത്ത് പൊതിഞ്ഞുകെട്ടി തെരുവിലേക്കിറങ്ങി. അപ്പോൾ ചുമട്ട് കഴുതിയുമായി ഒരു പയ്യൻ പോകുന്നു. ദിലൈല അവനെ വിളിച്ചു ചോദിച്ചു, നീ ചായമുക്കുകാരൻ ഹാജിയുടെ കടയറിയുമോ? എൻ്റെ മകനാണവൻ. പാവം, അവൻ കടം കൊണ്ട് പലതവണ ജയിലിൽ പോകേണ്ടി വന്നു. ഇപ്പോൾ പാപ്പർ ഹർജി കൊടുക്കാൻ പോകുന്നു. അവൻ കടം വാങ്ങിയ സാധനങ്ങൾ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. നിന്റെ കഴുതയെ ഒന്ന് വിട്ടുതരണം. നീ കടയിൽ ചെന്ന് അവിടെ അവശേഷിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തല്ലിത്തകർത്ത് കളയുകയും വേണം. ന്യായപാലകൻ വരുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകരുതല്ലോ. പയ്യനത് സമ്മതിച്ചു. നിങ്ങളുടെ മകൻ ഹാജി എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ദിലൈല സാധനങ്ങളെല്ലാം കഴുതപ്പുറത്ത് കയറ്റി വീട്ടിലേക്ക് തിരിച്ചു. സൈനബ ആകാംക്ഷയോടെ ഓടി വന്നു. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. വല്ലതും സാധിച്ചോ? വൃദ്ധ സാധനങ്ങളെല്ലാം എടുത്തുകൊടുത്ത് തൻ്റെ കൗശലത്തിൻ്റെ കഥ പറഞ്ഞു. എനിക്കൊരു പേടിയേയുള്ളൂ. ആ കഴുതക്കാരൻ പയ്യൻ എന്നെ അറിയും. ചായമുക്കുകാരൻ ഹാജി ഭക്ഷണ സാധനങ്ങളുമായി തിരിച്ച് കട വഴി വന്നപ്പോൾ ഒരു പയ്യൻ നിന്ന് കട തല്ലി തകർക്കുന്നു. ആരടാ തെമ്മാടിയത്? അയാൾ ബഹളം കൂട്ടി അവനെ കടന്നു പിടിച്ചു. പയ്യൻ ഹാജിയോട് സംഭവങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞെന്നു. ഇതെന്തൊരു കഥ! അവർ എന്നേ മരിച്ചു പോയതാണ്. തകർന്നു കിടക്കുന്ന കച്ചവട സാധനങ്ങൾ കണ്ട് ഹാജി വാവിട്ട് കരഞ്ഞു. പയ്യൻ പറഞ്ഞു, അയ്യോ, എൻ്റെ കഴുതയും നഷ്ടപ്പെട്ടല്ലോ. എനിക്കുടനെ എൻ്റെ കഴുതയെ തരണം. ഹാജി അലറി, പോടാ, ഓടടാ വേഗം, പോയി കിഴവിയെ പിടിച്ചുകൊണ്ടുവാ. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടി. പയ്യൻ സംഗതികൾ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, കിഴവിയെ നേരിട്ടറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവളെ കടയിലാക്കി പോയത്? എനിക്കൊരു പരിചയവുമില്ല. കിഴവിയും മക്കളും എൻ്റെ വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. അവരവിടെ ഉണ്ടാകും. മറ്റൊരുത്തൻ പറഞ്ഞു, പയ്യന് കഴുതയെ കൊടുക്കണം. അവൻ തെറ്റുകാരനല്ല. കിഴവി നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, പോയി നോക്കാം. എല്ലാവരും ഹാജിയുടെ വീട്ടിലേക്ക് നടന്നു. സീതിയെ താഴെയുള്ള മുറിയിൽ അടച്ചു പൂട്ടിയാണല്ലോ ദിലൈല കടന്നു കളഞ്ഞത്. ഖാട്ടൂൺ മുകളിൽ കാത്തിരിക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞിട്ടും സന്യാസിനിയെ കാണാഞ്ഞപ്പോൾ നേരിയ വസ്ത്രം മാത്രമേ ദേഹത്തുണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൾ താഴേക്കിറങ്ങി വന്നു. വരുന്നത് ഖാട്ടൂൺ ആയിരിക്കുമെന്നൂഹിച്ച് സീതി വിളിച്ചു പറഞ്ഞു, വേഗം നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. വിവാഹം ഇനിയും താമസിപ്പിക്കാൻ വയ്യ. എൻ്റെ അമ്മയോ?
അവർ പണ്ടേ മരിച്ചു പോയതാണല്ലോ. നീ സിദ്ധന്റെ തുണക്കാരനായ ഭ്രാന്തനല്ലേ? ഹള്ളാ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഞാൻ കിറുക്കനാണെന്നോ? ഈ സമയത്താണ് ഹാജിയും ആൾക്കാരും അവിടെ എത്തിയത്. അവർ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. താഴത്തെ ചെറിയ മുറി തുറന്നപ്പോൾ പരിഭ്രാന്തനായി നിൽക്കുന്ന ഒരു നഗ്ന യുവാവ്. നാണം കെട്ടവനെ, എവിടെടാ നിന്റെ തള്ള? എൻ്റെ അമ്മ പണ്ടേ മരിച്ചുപോയി. ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ഭാവി വധുവിൻ്റെ അമ്മയാണ്. വധു മുകളിലത്തെ മുറിയിലുണ്ട്. എല്ലാവരും മുകളിലേക്ക് ചെന്ന് ഗാട്ടൂണിനെ ചോദ്യം ചെയ്തു. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഒരു സന്യാസിനിയാണ്. കുട്ടിയുണ്ടാകാൻ സിദ്ധന്റെ അനുഗ്രഹം വാങ്ങിക്കുവാനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ആളുകൾ പൊട്ടി പൊട്ടി ചിരിച്ചു. ഹാജിയും ഗാട്ടൂണും കഴുതക്കാരൻ പയ്യനും ദിലയിലോട് പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചു. ഗാട്ടൂണിന് വേറെ വസ്ത്രങ്ങൾ നൽകി അവളെ വീട്ടിലേക്ക് അയച്ചു. ഹാജിയും പയ്യനും ചേർന്ന് അധികാരിയായ അമീർ ഖാലിദിനെ ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിച്ചു. കഥ വളരെ വിചിത്രമായിരിക്കുന്നു. എങ്ങനെയാണ് ആ വൃദ്ധയെ കണ്ടുപിടിക്കുക? ബാഗ്ദാദിൽ അങ്ങനെ എത്രയോ പേരുണ്ട്. നിങ്ങൾ അവളെ കണ്ടുപിടിച്ചാൽ ഞാൻ വേണ്ടത് ചെയ്യാം. ഖാലിദ് പറഞ്ഞത് കേട്ട് ഹാജിയും പയ്യനും വൃദ്ധയെ അന്വേഷിച്ചു പുറപ്പെട്ടു. ദിലൈല മകളോട് പറഞ്ഞു, ഇതുകൊണ്ടൊന്നുമായില്ല. ഇനിയും വലിയ കൗശലങ്ങൾ കാണിച്ചാലേ ഗുണമുള്ളൂ. സൈനബയ്ക്ക് ഭയം തോന്നി. പേടിക്കാൻ ഒന്നുമില്ല മോളെ, എന്നെ ആർക്കും തൊടാൻ പോലും കിട്ടില്ല. വൃദ്ധ സന്യാസിനിയുടെ വേഷം മാറ്റി പ്രഭുഗൃഹത്തിലെ വേലക്കാരിക്ക് ചേർന്ന വസ്ത്രം ധരിച്ച് പുറപ്പെട്ടു. തെരുവിലൂടെ കുറച്ചു നടന്നപ്പോൾ ഒരു മാളിക വീട്ടിൽ നിന്ന് വാദ്യമേളങ്ങളോടുകൂടിയ സംഗീതം കേട്ടു. വാതിക്കൽ നിന്ന് എത്തിനോക്കി. ഒരടിമ പെണ്ണ് ഒക്കത്തൊരു കുട്ടിയുമായി നിൽക്കുന്നു. കുട്ടി രത്നം പതിച്ച സ്വർണ്ണാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. അത് ബാഗ്ദാദിലെ കച്ചവടത്തലവന്റെ വീടായിരുന്നു. ദിലൈല ചുറ്റിപ്പറ്റി നിന്ന് കാര്യം മനസ്സിലാക്കി. അന്ന് അയാളുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷമാണ്. ദിലൈല മനസ്സിൽ കരുതി, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് വേർപെടുത്തണം. ദിലൈല അതിഥികൾക്കിടയിലൂടെ മുമ്പിലേക്ക് തിക്കിക്കയറി. കഷ്ടം, എനിക്ക് വൈകിയേ എത്താൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ അടിമ പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് ഒരു നാണയം കയ്യിൽ കൊടുത്തു. മുകളിൽ ചെന്ന് നീ യജമാനത്തിയോട് അവരുടെ പഴയ ആയയ്ക്ക് പണ്ട് കാണിച്ച ഔദാര്യത്തിൽ വളരെ നന്ദിയുണ്ടെന്നും കല്യാണത്തിന് ആയയും അവരുടെ പെൺമക്കളും സമ്മാനങ്ങൾ കൊണ്ടുവരുമെന്നും അറിയിച്ചതായി പറയണം. ഞാൻ ഇപ്പോൾ തന്നെ പോയി പറയാം. പക്ഷേ ഒരു കുഴപ്പം, കുഞ്ഞിനെ കൊണ്ടുപോയാൽ ശല്യമാകും. അമ്മയെ കണ്ടാൽ അവൻ പിന്നെയും വാശി പിടിക്കാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. ആകട്ടെ, കുഞ്ഞിനെ ഞാൻ പിടിച്ചുകൊള്ളാം. അടിമ പെണ്ണ് കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത് അകത്തേക്ക് പോയി. ദിലൈല ഒരു നിമിഷം പോലും കളയാതെ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലിറങ്ങി നടന്നു. വിജനമായ ഒരു ഊടുവഴിയിൽ വെച്ച് കുഞ്ഞിൻ്റെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അഴിച്ചെടുത്തു. പിന്നീട് കുഞ്ഞിനെയും കൊണ്ട് ഒരു ജൂതന്റെ പീടികയിലേക്ക് കയറി ചെന്നു. ജൂതന് കുട്ടിയെ മനസ്സിലായി. ദിലൈല അയാളോട് പറഞ്ഞു, ഇത് കച്ചവടത്തലവന്റെ കുട്ടിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. അത്യാവശ്യമായി ചില ആഭരണങ്ങൾ വേണം. വളകൾ, നെക്ലേസുകൾ, പിന്നെ മുത്തുകൊണ്ടുള്ള കുണുക്കുകളും മറ്റും വേണം. കടക്കാരൻ മൊത്തം 1000 സ്വർണത്തിനുള്ള ആഭരണം തിരഞ്ഞെടുത്തു കൊടുത്തു. ദിലൈല എല്ലാം വാങ്ങി. ഞാനിത് യജമാനത്തിയെ കാണിച്ച് അവർക്കാവശ്യമുള്ളതിൻ്റെ വിലയും കൊണ്ട് ഉടനെ മടങ്ങി വരാം. ഞാൻ വരും വരെ ഈ കുട്ടിയെ ഒന്ന് നോക്കിക്കൊള്ളണേ. കൂടെ കൊണ്ടുപോയാൽ തിരക്കിനിടയിൽ അവൻ അമ്മയെ അനങ്ങാൻ വിടാതെ ശല്യപ്പെടുത്തും. ജൂതൻ അത് സമ്മതിച്ച് കൈ നീട്ടി കുട്ടിയെ വാങ്ങി. ദിലൈല ആഭരണങ്ങളുമായി തൻ്റെ വീട്ടിലേക്ക് ഓടി. മകൾക്ക് താൻ കാണിച്ച കൗശലങ്ങൾ വിവരിച്ചു കൊടുത്തു. സൈനബ പറഞ്ഞു, ഈ പണി ഇതോടെ മതിയാക്കാം. ബാഗ്ദാദിൽ തുടരുന്നു തന്നെ ഇനി ആപത്താണ്. കൗശലക്കാരിയായ തള്ള അത് സമ്മതിച്ചില്ല. ചെയ്യാനുള്ളതിൻ്റെ 1000-ലൊരു അംശം പോലും ആയിട്ടില്ല. നീ ഭയപ്പെടാതിരിക്കേ. അടിമപ്പെണ്ണ് ആയ പറഞ്ഞ വിവരം യജമാനത്തിയെ അറിയിച്ചു. കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ വാശി പിടിക്കാതിരിക്കാൻ ആയെ ഏൽപ്പിച്ച് പോന്നിരിക്കുകയാണെന്ന് പറഞ്ഞു.
കഴുതേ, ഓടിപ്പോയി കുട്ടിയെ വാങ്ങിക്കൊണ്ടുവാ എന്ന് യജമാനത്തി ശാസിച്ചു. അടിമപ്പെണ്ണ് വന്ന് നോക്കിയപ്പോൾ ആയയുടെ പൊടി പോലും കാണാനില്ല. കുട്ടിയെയും കാണാനില്ല. ആകെ ബഹളമായി. കച്ചവടത്തലവൻ കുട്ടിയെ കണ്ടുപിടിക്കാൻ നാനാ സ്ഥലത്തേക്കും ആളുകളെ അയച്ചു. തിരഞ്ഞ് തിരഞ്ഞ് അവസാനം ജൂതന്റെ കടയിൽ നിന്നും കുട്ടിയെ കിട്ടി. കള്ളക്കിഴവ, നീ എന്ന് തുടങ്ങി ഈ പണി? കുട്ടിയുടെ ആഭരണങ്ങളും ഉടുപ്പുമെല്ലാം എവിടെ? ജൂതൻ ഭയപ്പെട്ടു പോയി. നടന്ന കാര്യങ്ങൾ പറഞ്ഞു. കച്ചവടക്കാരൻ വിശ്വസിച്ചില്ല. എടാ, നിന്റെ പീറ പണ്ടങ്ങളൊക്കെ ആർക്ക് വേണം? കിടന്നുരുളാതെ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടുവാ. ജൂതൻ കച്ചവടക്കാരന്റെ കയ്യേറ്റത്തെ ഭയന്ന് നിലവിളി കൂട്ടി. അപ്പോൾ മുമ്പ് ദിലേലിയുടെ കെണിയിൽപ്പെട്ട സീതിയും ഹാജിയും പയ്യനും സ്ഥലത്തെത്തി. അവർക്ക് മനസ്സിലായി പണി പറ്റിച്ചത് ആ വൃദ്ധയാണെന്ന്. തള്ളയെ ഞങ്ങൾക്കറിയാം. ഇന്ന് കാലത്ത് അവൾ ഞങ്ങളെയും ഉപ്പിലിട്ടതാണ്. അവർ എല്ലാ സംഗതികളും വിവരിച്ചു പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? എന്തായാലും കുട്ടിയെ തിരികെ കിട്ടിയല്ലോ. അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. കച്ചവടക്കാരൻ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അവളെ തിരിച്ചറിയുമോ? തനിക്കറിയാമെന്ന് കഴുതക്കാരൻ പയ്യൻ പറഞ്ഞു. ശരി, നാം എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടാൽ അവൾ കാര്യം മനസ്സിലാക്കി കടന്നു കളയും. ഓരോരുത്തരും തനിയെ അന്വേഷിക്കണം. നാം ഉച്ചയ്ക്ക് ഹാജി മസൂദ് എന്ന ക്ഷുരകന്റെ കടയിൽ ഒരുമിച്ച് ചേരാം. അവർ ഓരോ വഴിക്ക് വൃദ്ധയെ അന്വേഷിച്ചിറങ്ങി. തെരുവിൽ ഒരിടത്ത് വെച്ച് വൃദ്ധയെ ആദ്യം കണ്ടെത്തിയത് പയ്യനാണ്. അവൻ കടന്നു പിടികൂടി. കരിങ്കള്ളി തള്ളേ, നിന്നെ പിടികിട്ടിപ്പോയി. അവൻ ഒച്ചവെച്ചു. എന്താ മോനെ കാര്യം? എന്റെ കഴുതയെ മടക്കിത്തരണം, ഉടനെ തരണം. പതുക്കെ പറ. നിനക്ക് നിന്റെ കഴുതിയല്ലേ വേണ്ടൂ? ഞാൻ തരാം. നീ പാവമാണെന്ന് എനിക്കറിയാം. കഴുതിയെ ഞാൻ ഹാജി മസൂദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാ, എന്റെ കൂടെ വാ. പയ്യനെ പുറത്തു നിർത്തി ദിലൈല മസൂദിന്റെ കടയിൽ ചെന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കൂ, എന്റെ മോനാണ് പുറത്തു നിൽക്കുന്നത്. അവനൊരിക്കൽ സുഖക്കേട് പിടിച്ചു. സുഖക്കേട് മാറിയപ്പോഴേക്കും അവന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാതെയായി. എന്റെ കഴുത, എന്റെ കഴുത എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണിപ്പോൾ. ഊണിലും ഉറക്കത്തിലുമെല്ലാം കഴുതയുടെ വിചാരം തന്നെ. ചികിത്സയൊന്നും നടക്കുന്നില്ല. ഒരു വലിയ വൈദ്യൻ പറഞ്ഞത് അവന്റെ അണപ്പല്ല് രണ്ടുമെടുത്ത് കവിളിലിന് ചൂട് വെക്കണമെന്നാണ്. അതിനു വേണ്ട പണമിതാ. നിങ്ങൾ വിചാരിച്ചാലേ ആ ചികിത്സ നടത്താനാകൂ. നിന്റെ കഴുത ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ അവൻ വരും. ക്ഷുരകൻ കാര്യം ശരിയാക്കാമെന്നേറ്റു. ഉടനെ രണ്ടാണികൾ പഴുപ്പിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് പറഞ്ഞ പോലെ പയ്യനെ വിളിച്ചു. കഴുതയെ കിട്ടുമെന്ന ആഗ്രഹത്തോടെ പയ്യൻ ഓടിച്ചെന്നു. അവനെ കടയുടെ പിൻവശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ഷുരകൻ ജോലിക്കാരുടെ സഹായത്തോടെ അവനെ ബലമായി പിടിച്ചു കിടത്തി അണപ്പല്ലുകൾ പറിച്ചെടുത്തു. പയ്യൻ പിടഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു. അതൊന്നും കൂട്ടാക്കാതെ അവനെ പഴുപ്പിച്ചാണികൾ കൊണ്ട് ചൂടുവെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷുരകൻ പറഞ്ഞു. ചികിത്സ ഫലിക്കാതിരിക്കില്ല. നിന്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. ക്ഷുരകൻ കടയുടെ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അതിശയം. വൃദ്ധയുമില്ല, കടയിലിരുന്ന സാധനങ്ങളുമില്ല. കത്തികൾ, കണ്ണാടികൾ, തൂവാലുകൾ, കസാരകൾ ഒന്നും തന്നെയില്ല. ക്ഷുരകൻ അരിശം കയറി ഉള്ളിലേക്കോടി. പാവം പയ്യനെ വീണ്ടും പിടികൂടി. എവിടെടാ നിന്റെ തള്ള? പറഞ്ഞോ, കൊന്നു കളയുമല്ലെങ്കിൽ. പയ്യൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും സീതിയും ഹാജിയും കച്ചവടത്തലവനും അവിടെ എത്തി. ചോരയൊലിപ്പിച്ച് വികൃതനായി വിലപിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യനെ കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. പയ്യൻ ഉറക്കെ കരഞ്ഞു. എല്ലാം വൃദ്ധയുടെ പണിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയും ഇത് പൊറുക്കാൻ വയ്യ. ഉടനെ പിടികൂടണം. എല്ലാവരും വൃദ്ധയെ അന്വേഷിച്ചിറങ്ങി. അയ്യോ, എന്റെ കഴുത, എന്റെ അണപ്പല്ല്! പയ്യൻ വഴി നീളെ കരഞ്ഞുകൊണ്ടിരുന്നു. അവർ ഒരു തെരുവിന്റെ മൂലയിലെത്തിയപ്പോൾ തിരക്കിട്ട് നടന്നു പോകുന്ന വൃദ്ധ പയ്യന്റെ കണ്ണിൽപ്പെട്ടു. അതാ പോകുന്നു ആ ചെകുത്താൻ! അവൻ ഒച്ചവെച്ചു. എല്ലാവരും ഓടിച്ചെന്ന് വൃദ്ധയെ പിടികൂടി. കൈയോടെ ന്യായപാലകന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ന്യായപാലകൻ അകത്ത് ഉറക്കത്തിലായിരുന്നു. അവർ വൃദ്ധയെ പുറത്തുനിന്ന ഭടനെ ഏൽപ്പിച്ചു.
ഭടൻ അവളെ വാലിയുടെ അന്തഃപുരത്തിലെ ഒരു മുറിയിലാക്കി. എല്ലാവരും കാത്തിരുന്നു. ദിലൈല സൂത്രത്തിൽ ഉറുവിന്റെ ഭർത്താവായ മുസ്തഫ പരാതി ബോധിപ്പിക്കാൻ അവിടെ എത്തി. മുസ്തഫ വാലിയെ കണ്ട ഉടനെ നീരസത്തോടെ പരിഭവം പറഞ്ഞു. അമീർമാരുടെ അന്തപുരത്തിലെ സ്ത്രീകളെ വഴി പിഴപ്പിക്കുവാൻ അധികാരസ്ഥാനത്ത് നിന്നും ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് പിണഞ്ഞ ദുരനുഭവത്തിന് നിങ്ങളാണ് ഉത്തരവാദി. കാര്യം തെളിച്ച് പറയാൻ വാലി ആവശ്യപ്പെട്ടു. മുസ്തഫ സംഭവം വിവരിച്ചു. അപ്പോൾ വാലി പറഞ്ഞു, ഇതിന് ഞാൻ തക്ക നടപടി എടുത്തുകൊള്ളാം. ആ കള്ളക്കിഴവിയെ പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാലി ആദ്യം വന്നവരോട് ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും വൃദ്ധയെ കണ്ടാൽ തിരിച്ചറിയാമോ? അറിയാമെന്ന് എല്ലാവരും പറഞ്ഞു. 10 ഭടന്മാരെ കൂടി വിട്ടുകൊടുത്താൽ വൃദ്ധയെ പിടിച്ചുകൊണ്ടുവരാമെന്നും അവർ ആവേശത്തോടെ പറഞ്ഞു. വാലി ഭടന്മാരെ വിട്ടുകൊടുത്തു. അവരെയും കൂട്ടി 5 പേരും പുറത്തേക്കിറങ്ങി. തെരുവിൽ ഒരു മൂലയിൽ വെച്ച് വൃദ്ധയെ കണ്ടുമുട്ടി. അവർ അവളെ പിടിച്ചുകെട്ടി വാലിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. വാലി ദേഷ്യത്തോട് ചോദിച്ചു, കള്ളക്കിഴവി, ആളുകളെ പറ്റിച്ചെടുത്ത ആ മുതലെല്ലാം എവിടെ? അയ്യോ യജമാനെ, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും കട്ടെടുത്തിട്ടില്ല. അവിടുന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാലി അവളെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ കൽപ്പിച്ചു. അപ്പോൾ പാറാവുകാരൻ പറഞ്ഞു, അവളെ എങ്ങനെയെങ്കിലും പറ്റിച്ച് വഴുതി പോകും. എന്നെക്കൊണ്ട് പ്രയാസമാണ്. അത് ശരിയാണെന്ന് വാലിക്ക് തോന്നി. ഒരു കാര്യം ചെയ്യാം, നഗരപ്രാന്തത്തിന് പുറത്തുള്ള മൈതാനത്ത് അവളെ കെട്ടിയിട്ട് എല്ലാവരും ചുറ്റും കാവലിരിക്കുക. പ്രഭാതത്തിൽ വീണ്ടും വിചാരണ ചെയ്യാം. അങ്ങനെ കിഴവിയെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. കിഴവിയുടെ മുടി പിടിച്ച് ഒരു തൂണിൽ കെട്ടിയിട്ടു. പരാതിക്കാരായ 5 പേരും ചുറ്റിനും കാവലിരുന്നു. രാത്രി അവൾ കടന്നു കളയാതെ സൂക്ഷിക്കാൻ. 5 പേരും രാത്രിയുടെ അന്ത്യയാമം വരെ ഉറക്കമൊഴിച്ചു. അവർ വൃദ്ധയെ നിരന്തരം അസഭ്യ വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്തു. രാത്രിയുടെ അന്ത്യയാമത്തിൽ അറിയാതെ എല്ലാവരും ഒന്ന് മയങ്ങി. അപ്പോൾ അതുവഴി കള്ളന്മാരായ 2 ബദവികൾ കുതിരപ്പുറത്ത് കയറി വന്നു. വൃദ്ധ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. നീ ബാഗ്ദാദിൽ താമസിക്കുന്ന കാലത്ത് ചെയ്ത ഏറ്റവും സന്തോഷകരമായ വിക്രി ഏതാണ്? അപരൻ പറഞ്ഞു, നല്ല ഒന്നാന്തരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായതാണ് ഓർമ്മയിൽ മധുരിച്ചു നിൽക്കുന്നത്. എനിക്കും ബാഗ്ദാദിൽ പോയി രസകരമായ ശാപ്പാട് കഴിക്കണമെന്നുണ്ട്. ശരി, നീ നഗരത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രണ്ടാമൻ വേറെ വഴിക്ക് പോയി. ഒന്നാമൻ ബാഗ്ദാദിലേക്ക് കടക്കാൻ നഗരവാതിലിനടുത്തേക്ക് വന്നു. അപ്പോഴാണ് തൂണിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന വൃദ്ധയെ കണ്ടത്. നിങ്ങളേതാണ്? എന്തുപറ്റി? അവൻ ചോദിച്ചു. പൊന്നി യജമാനെ, എന്നെ രക്ഷിക്കണേ, ഞാനൊരു പാവമാണേ. നിന്നെ കെട്ടിയിടാൻ എന്താ കാരണം? അതോ, എനിക്കൊരു ശത്രുവുണ്ട്. വെണ്ണ പുരട്ടിയ മധുരപലഹാരം വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. അയാൾ എന്നെ ഒരിക്കൽ അപമാനിച്ചു. ഞാൻ അയാളുടെ പലഹാരപ്പെട്ടിയിൽ തപ്പി. അതിന് ശിക്ഷയായി വാലി എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഒരിരിപ്പിന് 10 തട്ടം നിറച്ച മധുരപലഹാരം തിന്നു തീർക്കാമെന്ന് സമ്മതിച്ചാലേ എന്നെ അഴിച്ചുവിടൂ. എനിക്കാണെങ്കിൽ മധുരപലഹാരം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണോ കാര്യം? ഞാൻ ബാഗ്ദാദിൽ വരുന്നത് തന്നെ കുശാലായ ശാപ്പാടിന് വേണ്ടിയാണ്. അമ്മായിക്ക് വേണ്ടെങ്കിൽ പലഹാരം ഞാൻ തിന്നുകൊള്ളാമെന്നേ. പക്ഷേ അവർ സമ്മതിക്കില്ല. എൻ്റെ വേഷം ധരിച്ച് മുഖാവരണമിട്ട് ഇവിടെ ഈ നിലയിലിരുന്നാലേ മോഹം സാധിക്കൂ. പലഹാരക്കൊതിയനായ ബദവി സമ്മതിച്ചു. അവൻ വൃദ്ധയെ കെട്ടഴിച്ചുവിട്ട് വൃദ്ധയുടെ വസ്ത്രങ്ങൾ ധരിച്ച് സ്വയം തൂണിൽ ബന്ധിച്ച് അവിടെയിരുന്നു. വൃദ്ധ ഉടനെ ബദവി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ പുറത്തു കയറി പാഞ്ഞുപോയി. വെളുപ്പാൻ കാലത്ത് കാവൽക്കാർ ഉണർന്നു നോക്കി. വൃദ്ധയെ ശകാരിക്കാൻ തുടങ്ങി. ബദവി ചോദിച്ചു, എവിടെ മധുരപലഹാരങ്ങൾ? ദൈവമേ, ഇതൊരു പുരുഷസ്വരമാണല്ലോ. എല്ലാവരും ഓടിച്ചെന്ന് പരിശോധിച്ചു. വൃദ്ധയെ കെട്ടഴിച്ചു വിടാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? പലഹാരം വേഗം കൊണ്ടുവരൂ. തള്ളയ്ക്ക് പലഹാരം കണ്ടുകൂടാ. ഞാനാണെങ്കിൽ നിങ്ങൾ പറയുന്നതിലധികം ഒറ്റയിരിപ്പിന് തിന്നും.
സംഗതികൾ മനസ്സിലായപ്പോൾ അവർ ദുഃഖിതരും വിവശരുമായി. തലയിലെഴുത്ത് ആർക്കും തടയാനാകില്ല. അപ്പോഴേക്കും വാലി സ്ഥലത്തെത്തി. ബദവി ഉറക്കെ വിളിച്ചു ചോദിച്ചു, പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടോ? വാലി അമ്പരന്ന് പോയി. പരാതിക്കാർ പറഞ്ഞു, അങ്ങാണ് ഇതിനെല്ലാം കാരണം. ഞങ്ങൾ ഖലീഫയോട് സങ്കടം ബോധിപ്പിക്കും. ബദവി സംഗതികൾ പറഞ്ഞപ്പോൾ വാലി പൊട്ടി പൊട്ടിച്ചിരിച്ചു. പരാതിക്കാർക്ക് ദേഷ്യം വന്നു. ബദവിയും ആക്ഷേപം ബോധിപ്പിച്ചു. എൻ്റെ കുതിരയും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതിന് നിങ്ങൾ ഉത്തരവാദിയാണ്. ഒടുവിൽ എല്ലാവരെയും കൊണ്ട് ഖലീഫയുടെ സന്നിധാനത്തിലേക്ക് പോകാൻ വാലി നിർബന്ധിതനായി. ദിലൈലയുടെ വിക്രിയകൾ കേട്ടപ്പോൾ ഖലീഫ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വീണ്ടെടുത്തു തരാം. ആ വൃദ്ധയെ കണ്ടുപിടിക്കണമല്ലോ ആദ്യം. അദ്ദേഹം ആ ഭാരം മുസ്തഫയെയും വാലിയെയും ഏൽപ്പിച്ചു. അപ്പോൾ കൗശലമൂർത്തിയായ വൃദ്ധ തങ്ങളെ വിഡ്ഢികളാക്കുമെന്ന് ഭയന്ന് ഇരുവരും ആ കൃത്യത്തിൽ നിന്ന് താങ്കളെ ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചു. വൃദ്ധയെ പിടിച്ചുകൊണ്ടുവരാൻ അതിസമർത്ഥനായ ഒരുവനെ ഏൽപ്പിക്കണമെന്നും പോലീസ് മേധാവിയായ അഹമ്മദാണ് അതിനു പറ്റിയ ആളെന്നും വാലി നിർദ്ദേശിച്ചു. ഭാരിച്ച ശമ്പളം പറ്റുന്ന അഹമ്മദ് അതിന് തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ലെന്നുകൂടി പറഞ്ഞപ്പോൾ ഖലീഫ അഹമ്മദിനെ വിളിച്ച് വൃദ്ധയെ ഉടൻ പിടിച്ചു കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചു. അവന് കൂസലുണ്ടായില്ല. അനുയായികളായ 40 വില്ലാളികളും ഒന്നിച്ച് അഹമ്മദ് പുറപ്പെട്ടു. വില്ലാളികളിൽ മുമ്പൻ ഒട്ടകമാലി എന്നൊരുവനായിരുന്നു. അവൻ അഹമ്മദിനോട് പറഞ്ഞു, ആശാനെ, ബാഗ്ദാദിൽ ഒരുപാട് വൃദ്ധന്മാരുണ്ട്. കാര്യം വിചാരിക്കും പോലെ എളുപ്പമല്ല. എന്തു വേണമെന്ന് പറ. നമ്മൾ ഇത്രയും പേർ പോരാ. ഹസനെയും അവൻ്റെ ആൾക്കാരെയും കൂടി വിളിക്കണം. ഹസന് ഇക്കാര്യത്തിൽ മിടുക്കുകൂടും. അഹമ്മദിന് ശുണ്ടി വന്നു. എടാ ഒട്ടകം, ഇമ്മാതിരി കാര്യത്തിൽ എന്നെ സഹായിക്കാൻ വേറെ ആള് വേണമെന്നോ? അതും ഹസൻ. അഹമ്മദ് തന്നെ കൊച്ചാക്കിയത് ഹസന്റെ ചെവിയിലും എത്തി. അവൻ ഉദ്യോഗത്തിൽ അഹമ്മദിന് താഴെയാണ്. ഹസൻ ഉള്ളിൽ വിചാരിച്ചു, നോക്കാമല്ലോ ഹസന്റെ തുണ വേണ്ടി വരുമോ എന്ന്. കൊട്ടാര മൈതാനത്തിനടുത്തെത്തിയപ്പോൾ അഹമ്മദ് അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ 4 പിരിഞ്ഞ് നഗരത്തിൻ്റെ 4 ഭാഗങ്ങളിലും അന്വേഷണം നടത്തണം. മുസ്തഫ തെരുവിൽ നാളെ ഉച്ചയ്ക്ക് ഞാനുണ്ടാകും. എല്ലാവരും അവിടെ വന്ന് വിവരമറിയിക്കണം. അനുയായികളെ 4 വഴിക്കും അയച്ച് അഹമ്മദ് ഒറ്റയ്ക്ക് അന്വേഷണം തുടർന്നു. കാര്യങ്ങളെല്ലാം വൃദ്ധയുടെ ചെവിയിലെത്തി. കള്ളന്മാരുടെ ആശാനായ അഹമ്മദ് രംഗത്തിറങ്ങിയിരിക്കുന്നു. മുസ്തഫ തെരുവിൽ പിറ്റേന്ന് അവർ സന്ധിക്കുമെന്ന വിവരവും വൃദ്ധ അറിഞ്ഞു. അവർ മകളോട് പറഞ്ഞു, പോകാൻ പറ മോളെ, അഹമ്മദല്ലേ ഉള്ളൂ. ഹസൻ കളത്തിലിറങ്ങിയിട്ടില്ലാത്തോടത്തോളം കാലം ഒരു ചുക്കുമില്ല. ബാഗ്ദാദിൽ അവനൊരാളുടെ ബുദ്ധിയെക്കുറിച്ചേ എനിക്ക് പേടിയുള്ളൂ. അവന് നമ്മളെ അറിയുകയും ചെയ്യാം. ദൈവാധീനം അവന് വിടാഞ്ഞത്. സൈനബയ്ക്ക് ഉത്സാഹം കൂടി. അഹമ്മദിനെ കുഴപ്പത്തിലാക്കാൻ പറ്റിയ അവസരമാണിത്. എന്ത് രസമായിരിക്കും അത്. അവളങ്ങനെ കരുതിയപ്പോഴേക്കും വൃദ്ധ പറഞ്ഞു, ഇന്നെനിക്ക് തീരെ സുഖമില്ല. അഹമ്മദിനെ പറ്റിക്കുന്ന പണി നീ ഏറ്റെടുക്കണം. അതിനുള്ള മിടുക്ക് നിനക്കുണ്ട്. നീ എൻ്റെ വയറ്റിൽ കിടന്നവളല്ലേ. കൊഴുത്തു മിനുത്ത വടിവൊത്ത ശരീരം, തൂവെള്ള നിറം, ആഴമുള്ള കണ്ണുകൾ, സുന്ദരമായ മുഖം. അതാണ് സൈനബ. അവൾ മനോഹരമായി ഉടുത്തൊരുങ്ങി. കണ്ണുകളുടെ ചടുല ചലനങ്ങൾ പുറത്ത് കാണാനാവുന്ന വിധം നേർത്ത സിൽക്കിൻ്റെ മുഖാവരണം എടുത്തണിഞ്ഞു. അവൾ അമ്മയെ ചുംബിച്ചു പറഞ്ഞു, എൻ്റെ കന്യാത്വത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. അഹമ്മദിനെയും അനുയായികളെയും വിഡ്ഢികളാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരൂ. സൈനബ മുസ്തഫ തെരുവിൽ കരീം ഹാജിയുടെ കടയിൽ ചെന്നു. ഹാജിയെ വണങ്ങി. മൊഞ്ചത്തിയെ കണ്ട് ഹാജി മയങ്ങിപ്പോയി. ഇതാ 5 സ്വർണ്ണ നാണയം. നിങ്ങളുടെ ഈ കെട്ടിടത്തിലെ വലിയ തളം നാളെ രാത്രി വരെ എനിക്ക് വിട്ടുതരണം. ഞാൻ ചില കുടുംബ സുഹൃത്തുക്കളെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സൽക്കരിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം വേണമല്ലോ. ഹാജി സമ്മതിച്ചു. അവൾ വേഗം വീട്ടിൽ ചെന്ന് പരവതാനികളും കസാരകളും പാത്രങ്ങളും മറ്റും ഹാജിയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. നല്ല ആഹാര പദാർത്ഥങ്ങളും വീഞ്ഞും സംഭരിച്ചു.
എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ സൈനബ വാതിൽക്കൽ കാത്തുനിന്നു. താമസിയാതെ അഹമ്മദിന്റെ വില്ലാളികളിൽ 9 പേരും ഒട്ടകമാലിയും അവിടെ എത്തി. അവർ ഹാജിയുടെ കടയിലേക്ക് തിരിയുമ്പോൾ സൈനബയെ കണ്ടു. നീ ഇവിടെ എന്തെടുക്കുന്നു മോളെ? അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഒട്ടകം ശൃംഗരിച്ചു. ഞാൻ എൻ്റെ വിധിയും കാത്തിരിക്കുന്നു. ഒട്ടകത്തെ ഒരു നീണ്ട കടാക്ഷത്തിൽ കുരുക്കി അവൾ ചോദിച്ചു. നിങ്ങളാണോ കപ്പിത്താൻ അഹമ്മദ്? ഞാൻ അഹമ്മദിൻ്റെ വില്ലാളികളുടെ നായകനാണ്. അഹമ്മദിനെ കൊണ്ടുള്ള ആവശ്യം നിറവേറ്റാൻ ഞാനും ധാരാളം മതിയാകും. അവളൊരു പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. 10 പേരും തളത്തിലേക്ക് പ്രവേശിച്ചു. അവൾ മയക്കുമരുന്ന് ചേർത്ത് വീഞ്ഞ് പകർന്നു കൊടുത്തു. ബോധം കെട്ട് വീണ ഓരോരുത്തരെയും വലിച്ചു കൊണ്ടുപോയി പിൻവശത്തെ മുറിയിലിട്ടടച്ചു. അവൾ വീണ്ടും തീന്മേശൊരുക്കി വാതിലിനടുത്ത് ചെന്ന് നിന്നു. പിന്നത്തെ 10 പേർ എത്തിച്ചേർന്നു. അവരും കുടുങ്ങി. അങ്ങനെ ഖലീഫയുടെ 40 പേരെയും അവൾ മുറിയിലിട്ടടച്ച് വീണ്ടും വാതിലിനടുത്ത് ചെന്ന് നിന്നു. ഒരാൾ കുതിരപ്പുറത്ത് വന്നിറങ്ങി. തീക്ഷ്ണമായ കണ്ണുകൾ, കൊമ്പൻ മീശ. അതാ സാക്ഷാൽ അഹമ്മദ്. അവൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങുമ്പോൾ തന്നെ സൈനബയെ കണ്ടിരുന്നു. അവരെല്ലാം എവിടെ പോയി? ഇവിടെ വരണമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. നീ ഏതാടി? അഹമ്മദ് സൈനബയോട് ചോദിച്ചു. അവൾ ചുണ്ടൊന്നു കൂട്ടി. ഒരു പുഞ്ചിരി, കൊല്ലുന്ന 2 കടാക്ഷങ്ങൾ. ആരെക്കുറിച്ചാണ് യജമാനൻ ചോദിക്കുന്നത്? അവളുടെ സ്വരവും സൗന്ദര്യവും അഹമ്മദിനെ പരവശനാക്കി. സുന്ദരി പെണ്ണെ, എൻ്റെ വില്ലാളികൾ ഉണ്ടായിരുന്നു 40 പേർ. അവരെവിടെ? സൈനബ പെട്ടെന്ന് അത്യാദരം ഭാവിച്ച് അയാളെ വണങ്ങി. അയ്യോ, ഞാൻ അറിഞ്ഞില്ല അങ്ങ് തലവനാണെന്ന്. അവരിതിലേ വന്നിരുന്നു. ദിലയിലെ തെരുവിൻ്റെ അങ്ങേയറ്റത്ത് വെച്ച് ആരോ കണ്ടുവെന്നും തങ്ങൾ അവളെ പിന്തുടർന്ന് പോയിരിക്കുകയാണെന്നും അവിടുത്തെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവരും. ഇവിടെ അകത്ത് കയറി വിശ്രമിക്കാമല്ലോ. അഹമ്മദിന് സന്തോഷമായി. അവളെ കടാക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. താമസിയാതെ അഹമ്മദും വീഞ്ഞു കുടിച്ചു വീണു. സൈനബ വേഗം അഹമ്മദിൻ്റെയും അനുയായികളുടെയും വില പിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും അഴിച്ചെടുത്തു. അവൾ അഹമ്മദിൻ്റെ കുതിരയുടെ പുറത്തു കയറി സ്ഥലം വിട്ടു. മകളുടെ സാമർത്ഥ്യത്തിൽ ദിലയില സന്തോഷ കണ്ണുനീർ പൊഴിച്ചു. 2 ദിവസം കഴിഞ്ഞാണ് അഹമ്മദും കൂട്ടരും ഉണർന്നെഴുന്നേറ്റത്. വൃദ്ധയുടെ കെണിയിൽ വീണതിൽ അവർക്ക് ലജ്ജ തോന്നി. എല്ലാവരുടെയും മേൽവസ്ത്രങ്ങൾ അപഹരിക്കപ്പെട്ടിരുന്നു. മേൽവസ്ത്രങ്ങളില്ലാതെ മിക്കവാറും നഗ്നരായി അവർ പുറത്തേക്കിറങ്ങുമ്പോൾ എതിരെ വരുന്നു ഹസൻ. കാര്യം മനസ്സിലായവൻ സന്തോഷം ഒതുക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ മൂളിപ്പാട്ട് പാടി. പിന്നെ പെട്ടെന്ന് അഹമ്മദിനെ തിരിച്ചറിഞ്ഞതായി നടിച്ചു. അല്ല, ഇതാര്? അഹമ്മദോ? നദിയിൽ നിന്നും ഇത്ര തണുത്ത കാറ്റ് വീശുമ്പോൾ പുലർച്ചയ്ക്ക് വസ്ത്രം ധരിക്കാതെ സഞ്ചാരത്തിനിറങ്ങുന്നത് നല്ലതാണോ? അഹമ്മദിൻ്റെ പത്തി താഴ്ന്നു. എടോ ഹസൻ, ഇത് നദിയിൽ നിന്നുള്ള കാറ്റിനല്ല, നിന്റെ ഈ പരിഹാസത്തിനാണ് സഹിക്കാനാകാത്ത തണുപ്പ്. വിധി ആർക്കും തടയാനാകില്ല. ഒരു പെണ്ണ് എന്നെ പറ്റിച്ചു. നിനക്കറിയാമോ അവളെ? അവളെയും അറിയാം, അവളുടെ അമ്മയെയും അറിയാം. രണ്ടിനെയും ഞാൻ പോയി പിടിച്ചുകൊണ്ടുവരണോ? അതെങ്ങനെ? ഖലീഫയുടെ മുമ്പിൽ പോയി നീ തോറ്റ് തുന്നം പാടിയതറിയിച്ച് സംഗതി എന്നെ ഏൽപ്പിക്കാൻ പറയുക, ഹസൻ നിർദ്ദേശിച്ചു. അഹമ്മദ് ഖലീഫയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. വൃദ്ധയെ പിടിച്ചുകൊണ്ടുവരുന്ന പണി ഹസനെ ഏൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. ഖലീഫ ഹസനോട് ചോദിച്ചു, അവൾ ഈ കൗശലമെല്ലാം കാണിച്ചത് എൻ്റെ പ്രീതി സമ്പാദിക്കാനാണെന്നോ? എങ്കിൽ മോഷ്ടിച്ച വസ്തു തിരിച്ചേൽപ്പിച്ചാൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കും. ഖലീഫ ദിലയിലേക്ക് മാപ്പ് കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ഉറപ്പിൻ്റെ സൂചനയായി അദ്ദേഹം സമ്മാനിച്ച തൂവാലയും വാങ്ങി ഹസൻ പുറപ്പെട്ടു. ഹസൻ നേരെ ദിലയിലയുടെ വീട്ടിലേക്ക് ചെന്നു. സൈനബ വാതിൽ തുറന്നു. എവിടെ നിന്റെ തള്ള? മുകളിലുണ്ട്. എന്നാൽ പോയി പറയൂ, പോലീസ് മേധാവികളിൽ രണ്ടാമനായ ഹസൻ വന്നിട്ടുണ്ട്. മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ ഖലീഫ മാപ്പ് നൽകും. അതിൻ്റെ സൂചനയായി ഖലീഫ നൽകിയിട്ടുള്ള തൂവാലയും കൊണ്ടാണ് ഹസൻ വന്നിട്ടുള്ളത്.
താഴെ ഇറങ്ങി വന്നില്ലെങ്കിൽ ബലപ്രയോഗം വേണ്ടിവരും. ദിലൈല മുകളിൽ നിന്ന് ഹസന്റെ വാക്കുകൾ കേട്ടു. അവൾ വിളിച്ചു പറഞ്ഞു, തൂവാല മുകളിലേക്ക് എറിഞ്ഞു തരണം, എന്നാൽ ഞാൻ സാധനങ്ങളുമായി കൂടെ വരാം. ഹസൻ അപ്രകാരം ചെയ്തു. വൃദ്ധ കവർന്നെടുത്ത സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. എന്നാൽ അഹമ്മദിന്റെയും കൂട്ടരുടെയും വസ്ത്രങ്ങൾ മാത്രം കൂട്ടത്തിൽ കണ്ടില്ല. ഹസൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യം താൻ അറിഞ്ഞതല്ലെന്ന് വൃദ്ധ കൈമലർത്തി. ഹസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സൈനബയുടെ പണിയാണ്. ആ വസ്ത്രങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് സൈനബയെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഹസൻ വൃദ്ധയെയും കൂട്ടിക്കൊണ്ടുപോയി. ഖലീഫയ്ക്ക് കൗശലക്കാരിയായ വൃദ്ധയെ കണ്ടപ്പോൾ വെട്ടിക്കൊല്ലാനാണ് തോന്നിയത്. അദ്ദേഹം കുപിതനായപ്പോൾ ഹസൻ ഇടപെട്ട് മുമ്പ് നൽകിയ പ്രതിജ്ഞ അനുസ്മരിപ്പിച്ചു. ഖലീഫ ഒന്നടങ്ങി. വൃദ്ധ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പ്രാവുകളെ വളർത്തിയിരുന്നവന്റെ വിധവയാണ് ഈ അടിയൻ. നീ എന്തിനാണ് ഇത്രയധികം ആളുകളെ പറ്റിച്ചത്, നഗരത്തെയാകെ സംഭ്രമിപ്പിച്ചത്? വൃദ്ധ ഖലീഫയുടെ കാൽക്കൽ വീണു. അത്യാഗ്രഹം കൊണ്ടല്ല, അങ്ങയുടെ പോലീസ് മേധാവികൾ മുമ്പ് ചെയ്തിട്ടുള്ള വിക്രിയകളാണ് അവർക്ക് ഇപ്പോഴത്തെ പദവി നേടിക്കൊടുത്തതെന്ന് കേട്ടു. അങ്ങയുടെ പ്രീതി കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സാധിക്കാമെന്ന് ആഗ്രഹിച്ചാണ് അടിയൻ ഈ തെറ്റ് ചെയ്തത്. ഉടനെ ആ കഴുതക്കാരൻ പയ്യൻ വിളിച്ചു പറഞ്ഞു, ഈ ദുഷ്ട ആ ക്ഷുരകനെ കൊണ്ട് എൻ്റെ പല്ല് പറിപ്പിച്ചു, മുഖമെല്ലാം പൊള്ളിച്ചു. ഉടനെ ബദവിയുടെ സ്വരം കേട്ടു. അവൾ എൻ്റെ കുതിരയെ കക്കുക മാത്രമല്ല, പലഹാരം കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ വല്ലാതെ കൊതിപ്പിക്കുകയും ചെയ്തു. മറ്റ് പരാതിക്കാരും അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞു. ഖലീഫ എല്ലാവരുടെയും വസ്തുവകകൾ തിരിച്ചു നൽകി. പയ്യനെ നഗരത്തിലെ കഴുതക്കാരുടെ തലവനാക്കി. എല്ലാവരും സംതൃപ്തരായി. പിന്നീട് അദ്ദേഹം വൃദ്ധയോട് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. വിശ്വാസികളുടെ തമ്പുരാനെ, എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ ഭർത്താവിന് കൊടുത്തിരുന്ന ജോലി എനിക്ക് തന്നാൽ മതി. ഖലീഫ അവളുടെ ആഗ്രഹപ്രകാരം പ്രാവുകളെ വളർത്തുന്ന ജോലി അവൾക്ക് നൽകി. അവിടുത്തെ ജോലിക്കാരെയെല്ലാം ദിലയിലൂടെ അധികാരത്തിലാക്കി. പ്രാവുകളിൽ ഒരെണ്ണമെങ്കിലും നഷ്ടപ്പെട്ടാൽ വൃദ്ധയുടെ തല വീശുമെന്നും അദ്ദേഹം താക്കീത് ചെയ്തു. വൃദ്ധ മകൾ സൈനബയെ കൂടി തൻ്റെ കൂടെ താമസിപ്പിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അതും ഖലീഫ അനുവദിച്ചു. നേരം പുലരാൻ ഇനിയും സമയം അധികമുണ്ടായിരുന്നുകൊണ്ട് ഷഹറസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.